ഷാക്കാൽ, നമ്മൾ ഈ കാർപ്പറ്റ് കൊണ്ട് എന്തിനാണ് സൺസിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്? ഈയിടെ വല്ലപ്പോഴുമെങ്കിലും നിന്റെ ബുദ്ധി ഒന്ന് യൂസ് ചെയ്യാൻ പഠിക്കേ. ആലോചിച്ച് നോക്ക്, നല്ലപോലെ ആലോചിക്കേ. ഈ കാർപ്പറ്റ് ഇവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും ലക്ഷ്യം? ആലോചിക്കേ, നല്ലപോലെ ആലോചിക്കേ. എനിക്ക് മനസ്സിലായി ഷാക്കാൽ, നിങ്ങൾ ഈ കാർപ്പറ്റ് യൂസ് ചെയ്യുന്നതേ ഇല്ല. അതുകൊണ്ട് നിങ്ങളത് വിറ്റിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കാമെന്ന് കരുതിയല്ലേ? പക്ഷേ ഷാക്കാൽ, നിങ്ങൾ ഇങ്ങനെ സൺസിറ്റിയിൽ കറങ്ങി കാർപ്പറ്റ് വിൽക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല ഷാക്കാൽ. ആ ജോലി എനിക്ക് വിട്ടേക്ക്. കാർപ്പറ്റ് വേണോ? കുറച്ച് കാശിന് വേണ്ടിട്ടല്ല ഞാൻ ഈ കാർപ്പറ്റ് എടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അങ്ങോട്ട് നോക്ക്, രുദ്രയും അവന്റെ കൂട്ടുകാരും വരുന്നുണ്ട്. നീ കാർപ്പറ്റുമായിട്ട് അങ്ങോട്ട് പോകണം. പിന്നെ വളരെ തന്ത്രപൂർവം ഈ കാർപ്പറ്റിനെ അവര് വരുന്ന വഴിയിൽ ഉരുട്ടി അങ്ങ് വിട്ടേക്കണം. സംഭവിക്കുന്നതൊന്നും അവര് മനസ്സിലാക്കാൻ പാടില്ല. ഇതൊന്നും സോഗയെ കൊണ്ട് പറ്റില്ല. സോഗയെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ ശത്രുവിടെ കാൽ കീഴിൽ, അതായത് രുദ്രയുടെ കാൽ കീഴിൽ ഈ കാർപ്പറ്റ് ഇട്ട് കൊടുക്കണമെന്നോ? ഇല്ല, പറ്റില്ല. എനിക്ക് ഒരിക്കലും എന്റെ യജമാനെ പറ്റിക്കാൻ പറ്റില്ല. മാജിക്കാണ്, മജീഷ്യൻ. എന്നെ കണ്ട് പേടിക്കണം. ഞാൻ ഷാക്കാലാണ്. പിച്ചുമ്പയും പറയുന്നത് നിർത്തിയിട്ട് എന്താണോ പറഞ്ഞത് അത് പോയി ചെയ്യാൻ നോക്ക്. ഷാക്കാൽ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഷാക്കാൽ. പക്ഷേ ആ കാർപ്പറ്റ് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ആ നിമിഷം തന്നെ അത് അപ്രത്യക്ഷമായിരിക്കാണ് ഷാക്കാൽ. ദയവേത് എന്നോട് ഇക്കാര്യത്തിൽ ക്ഷമിക്കൂ. ഞാൻ ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാം, ഇത് നിന്റെ തെറ്റല്ല. ആവട്ടെ, ഇനി നടക്കാൻ പോകുന്ന തമാശ നീ കണ്ട് രസിച്ചോളൂ. നമുക്ക് പോയി നോക്കാം. അങ്ങനെ എല്ലാം ഓരോന്നും വാങ്ങിച്ചു. ഹലോ രുദ്ര. ഇതാ സുഖമാണോ? ഷക്കാൽ, നീയോ? നീ ഇവിടെ എന്ത് ചെയ്യാണ്? നീ വളരെ ദൂരത്തേക്കുള്ള ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഞാൻ ആലോചിച്ചു പേഴ്സണലി നിന്നെ കണ്ട് ഒരു ബൈ പറഞ്ഞേക്കാമെന്ന്. നീ എന്തിനാ ഇപ്പോ ബൈ പറയുന്നത് ഷക്കാൽ? ഞങ്ങൾ ഇപ്പോ എങ്ങോട്ടും പോകുന്നില്ല, മനസ്സിലായോ? പോയല്ലേ പറ്റൂ. നിങ്ങളൊന്ന് താഴേക്ക് നോക്കിക്കേ. ബൈ ബൈ രുദ്ര. സേഫ് ജേർണി. രുദ്ര, നിക്ക്. വരുൺ, മൈര. ഞാനും കുടുങ്ങി പോയല്ലോ. Carpet reversal.
രുദ്ര 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 സ്വതന്ത്രനാകാൻ നീ എത്ര ശ്രമിച്ചാലും അതെല്ലാം വെറുതെയാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഡേഞ്ചറസ് ഡംഗ്രീനയുടെ സീക്രട്ട് ഹൈഡ് ഔട്ടിൽ ചെന്ന് ഇറങ്ങാൻ പോവുകയാണ്. ആരെങ്കിലും ഒരു പ്രാവശ്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് ഇവിടേക്ക് തിരിച്ചെത്താൻ കഴിയില്ല. ഇന്നത്തോടെ എന്റെ ഒരു വലിയ ശത്രു എന്നേക്കുമായി അവസാനിച്ച് പോകാൻ പോവുകയാണ്. എന്റെ ഒരു മാജിക് പവറും ഇതിൽ വർക്കൗട്ട് ആവുന്നില്ലല്ലോ. മമ്മി എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞു നിർത്ത്. ചേട്ടാ, ഇതുപോലെ പ്രശ്നമായി പോയല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മൾ ശരിക്കും കുടുങ്ങി പോയല്ലോ. ആരാണ് നിങ്ങള്? ജാംഗ്രീനയുടെ പെർമിഷൻ ഇല്ലാതെ ഈ കൊട്ടാരത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് വന്നത്? യു ആർ ഫിനിഷ്ഡ്. പ്ലീസ്, ഞങ്ങളായിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഞങ്ങളെ ആരോ ഇവിടേക്ക് പറഞ്ഞയച്ചതാണ്. ഞങ്ങളത് വിശ്വസിക്ക. ഒറ്റൊരു കാര്യമുള്ളൂ, എന്റെ അനുവാദമില്ലാതെ ആരെങ്കിലും ഈ പാലസിൽ കയറിയാൽ അവരൊരിക്കലും രക്ഷപ്പെട്ടതായി ചരിത്രമില്ല. നോക്ക്, ഞങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതല്ല. ഞങ്ങളെ അവര് ചതിച്ചതാണ്. അതൊന്നും എനിക്കറിയില്ല. നശിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ആ രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക് അവസ്ഥയും ഒരിക്കലും സംശയിക്കരുത്. ആ നിനക്ക് ഞങ്ങളെ കൊല്ലാനാവില്ല. കാണാം. Akrina, Makrina, to the power of the Krina. രുദ്ര, അവിടുന്ന് ഓടിക്കോ. പിന്നെ എന്ത് ചെയ്യണം നമുക്ക് ആലോചിക്കാം. ബാബു, ഒരുവിധം നമ്മൾ രക്ഷപ്പെട്ടു. അവളുടെ കയ്യിൽ പെടാതെ നമ്മൾ ഇങ്ങോട്ട് എത്തിയല്ലോ. രുദ്ര, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പുറത്തു പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. ഇവിടെ അടുത്ത് ആരോ ഡ്രില്ലിംഗ് ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നത്. നമ്മൾ എവിടുന്ന് പറഞ്ഞാ ഇതൊക്കെ താഴെ വീഴും. ഇനി നമ്മൾ ഓടി പോകുന്നതായിരിക്കും നല്ലത്.
രുദ്ര, എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തു പോകാനുള്ള വഴി കണ്ടെത്തണം. ഇവിടെ അടുത്ത് ആരും ഡ്രില്ലിംഗ് ചെയ്യുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. അവള് നമ്മളെ ഡ്രില്ല് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ടോ. ഇതിപ്പോ വലിയ പ്രശ്നമായി നമ്മള് പിടിച്ചു വീഴുമെന്നാണ് തോന്നുന്നത്. അവിടെയുണ്ട് എക്സിറ്റ്. ഞങ്ങളെ വിട്ടേക്ക്. നമ്മൾ എവിടേക്കോ ഓടിട്ട് വീണ്ടും അതേ സ്ഥലത്ത് വന്ന് പെട്ടിരിക്കുകയാണല്ലോ. അകപ്പെട്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആർക്കും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. രുദ്ര വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. രുദ്ര ഇങ്ങനെ പേടിച്ചു വരച്ച് ഓടുന്നത് കാണുമ്പോ എന്റെ മനസ്സിൽ ആ സന്തോഷത്തെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. കുറച്ചു സമയത്തിനുള്ളിൽ രുദ്രയുടെ കഥ എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ്. ഇതിലിപ്പോ ഏത് വഴിക്കാ പോണ്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ രുദ്ര, നീ ഓടി ഓടി എവിടം വരെ ഓടാൻ പോവുകയാണ്? ഇവിടെ തന്നെ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും നീ. നീ ഇപ്പോഴും പറയോ, അതായത് നിന്റെ പ്രായവും നിന്റെ ശക്തിയും അത് കാരണം ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്? പറയും, വീണ്ടും വീണ്ടും പറയും ഞാൻ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ആംഗ്രീനയുടെ കൈകളിൽ നിന്നും ആർക്കും പോകാൻ സാധിക്കില്ല. ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് പോസിബിൾ അല്ലെന്ന് തോന്നുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചറസാ. നിങ്ങളതൊന്നും ആലോചിക്കണ്ട, പറന്നോണ്ടിരിക്ക. വലിയ പ്രശ്നമായി പോയല്ലോ.
വെറുതെ നമ്മളെ ഓടിപ്പിച്ചിട്ട് ആരാ നമ്മളെ വീണ്ടും വെൽക്കം ചെയ്യുന്നത്? ഇനിയിപ്പോ നമ്മുടെ കാര്യം എന്താവും രുദ്ര? സംഭവിക്കുന്നതൊക്കെ നന്മയ്ക്കായിരിക്കും, എന്നെ വിശ്വസിക്ക. ആ, വരുൺ, നീ രണ്ടാമത്തെ ബിയെ ഹാൻഡിൽ ചെയ്യാൻ. രുദ്ര, ഇങ്ങനെ പോയാ ബീസിന്റെ എണ്ണം കൂടി കൂടി വരുന്നേ ഉള്ളൂ. എന്റെ കൈവശം വേറൊരു ഐഡിയ ഉണ്ട്. ഇതിനെ ശർക്കര കാണിച്ച് ബിസിയാക്കി മാറ്റാം. കൊള്ളാലോ രംഗില, നിന്റെ ഐഡിയ അടിപൊളിയായിരുന്നു. ഇനി എന്റെ കളി നോക്കിക്കോ. അന്തർ മന്തർ കാലിക്കലന്തർ ഷൂ. ഓരോ പ്രാവശ്യം നീ എന്തിനാ എന്നെ വെച്ചിങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നേ? രുദ്ര, എന്നെ പുറത്തിറക്ക്. വാ പോവാം. Oh, Akrina, Makrina, show the power of Dangrina. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ രുദ്ര, പക്ഷെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല.
Zibaiska, boom, chick, chick, boom. നോ രുദ്ര, എന്നെ പുറത്തേക്ക് വിടൂ. ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. ഈ രുദ്ര ഓരോ പ്രാവശ്യവും വിജയിക്കുകയാണല്ലോ. അടുത്ത പ്രാവശ്യം അവന് വിജയിക്കാൻ പറ്റാത്തൊരു ഗൂഢാലോചന ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതോടുകൂടി അവന്റെ കഥ ഫുൾ ഫൈനലായി അവസാനിക്കും. രുദ്ര, ഞാൻ നിങ്ങളോട് സോറി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഇന്നു മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഒരു പ്രശ്നമില്ല ഡെങ്ക്രീനോ, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഒരുവിധം പ്രശ്നമൊക്കെ സോൾവ് ആയി. ഓടി ഓടി ഞാൻ അകട്ടായിട്ടായിരിക്കുകയാണ്. അമ്മേ, ഇത്രയും ഓടിപ്പിച്ചില്ലേ കഴിക്കാൻ ടീം ബിസ്ക്കറ്റെങ്കിലും തന്നൂടെ?